ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം. ഓക്കെ, ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യം പഠിച്ചതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 എക്സെട്ര എക്സെട്ര എക്സെട്ര, ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പിന്നെ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ടിട്ട്. ഓക്കെ, അതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? 0 1 2 3 4 എക്സെട്ര, അതാണ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ W ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ പിന്നെ പഠിച്ചത് എന്താണ്? ഇൻറ്റീജേഴ്സ്, അതായത് -4 -3 -2 -1 0 1 2 3 എക്സെട്ര. ഓക്കെ, അങ്ങനെ പോകുന്ന നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് എലോങ് വിത്ത് 0, അതാണ് ഇൻറ്റീജേഴ്സ്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് Z ഉണ്ട്. അതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമേ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താ? റാഷണൽ നമ്പർ. ഓക്കെ, റാഷണൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം P/Q വേർ Q നോട്ട് ഈക്വൽ ടു 0 ആൻഡ് P ആൻഡ് Q ആർ ഇൻറ്റീജേഴ്സ്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ആൻഡ് എന്താണ്? ക്യൂവിൻ്റെ വാല്യൂ 0 ആവാൻ പാടില്ല. പിന്നെ P/Q ഫോം ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1/2. ഓക്കെ, P/Q അല്ലേ? ഇതിൻ്റെ P ആണ്, ഇതിൻ്റെ Q ആണ്. ഓക്കെ, -1/2. ഓക്കെ, -7/8. ഇതെല്ലാം എന്താണ്? എൻ്റെ റാഷണൽ നമ്പേഴ്സാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഞാൻ പറയുകയാണ് 1/2. ഓക്കെ, ഇതിനെനിക്ക് 2/4 എന്ന് എഴുതാമല്ലോ, ശരിയല്ലേ? എന്താ? ഞാൻ ഇതിനെ മേലെയും താഴെ ഞാൻ എന്തുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇത് കിട്ടുന്നത്. ഇനി ഇതേ സംഭവം തന്നെ ഞാൻ ഇൻറ്റു 3 കൊണ്ട് ചെയ്ത് തരുന്നെങ്കിലോ 3/6 എന്ന് കിട്ടിയേനെ. അപ്പോൾ ഈ 3/6 2/4 ഇതെല്ലാം എന്താണ്? എൻ്റെ ഈ 1/2ൻ്റെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, ഈക്വലൻറ്റ് റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഈക്വലൻറ്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ 4/5. ഓക്കെ, ഇതിൻ്റെ ഈക്വലൻറ്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? മൾട്ടിപ്ലൈ ബൈ 2/2 അങ്ങനെ ചെയ്യുക. ഓക്കെ, 4 2s are 8, 5 2s are 10. അപ്പോൾ ഇതെന്താ? ഈ 8/10 എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ 4/5ൻ്റെ ഒരു ഈക്വലൻറ്റ് റാഷണൽ നമ്പറാണ്. ഓക്കെ, 2/2 തന്നെ വെച്ച് ചെയ്യണമെന്നില്ല. 5/5 ഉപയോഗിക്കാം, 10/10 ഉപയോഗിക്കാം, ഇഷ്ടമുള്ള നമ്പേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു എന്താ പറഞ്ഞത്, ഇത്രയും നാളുടെ ഇടയിൽ നമ്മൾ പഠിച്ച നമ്പർ സിസ്റ്റം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.